ഹായ് ഹലോ ഫ്രണ്ട്സ്. മഴതോറും മുമ്പേ സീരിയലിൽ വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിന്റെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ ഹരിശങ്കറുടെയും സുഹൃത്തുക്കളുടെയും ക്രൂര പീഡനത്തിനിരയായ ശരണ്യ എന്ന പെൺകുട്ടി ഡിസ്ചാർജായി തിരികെ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. ഹരിശങ്കറിന്റെ കെണിയിൽ രോഹിത് വീണു പോയതാണോ എന്ന് അലീനയും ബാലചന്ദ്രനും നല്ല സംശയമുണ്ട്. എന്നാൽ പോലും എല്ലാ തെളിവുകളും ഇവർ 4 പേർക്കും എതിരായതിനാൽ അവർക്കൊന്നും തന്നെ ചെയ്യാൻ കഴിയുന്നില്ല. ഇതിനിടയിൽ പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടി ഡിസ്ചാർജായി വീട്ടിൽ വന്ന വിവരങ്ങളൊക്കെ തന്നെ അലീന അറിയുന്നുമുണ്ട്. തന്നെപ്പോലെ തന്നെ ബാധിക്കപ്പെട്ട ഒരു പെൺകുട്ടിയാണ് അവളും. അവൾ ഇപ്പോഴനുഭവിക്കുന്ന മാനസികാവസ്ഥ എന്താണെന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. ഞങ്ങളെല്ലാവരും നിന്നോടൊപ്പം തന്നെയുണ്ട്, നിന്റെ കൂടെ തന്നെയുണ്ട് എന്നൊക്കെ പറയാൻ ഒരുപാട് ആൾക്കാർ ചുറ്റും കാണും. എന്നാൽ അവൾക്കിപ്പോൾ വേണ്ടത് മനസ്സിനിച്ചിരി ആശ്വാസം മാത്രമാണ്. അത് ചിലപ്പോൾ ആ കുട്ടിക്ക് കിട്ടിയെന്നും വരില്ല. ശാരീരികമായും മാനസികമായും വല്ലാതെ തളർന്നിരിക്കുന്ന ആ കുട്ടിക്ക് ഇപ്പോൾ വേണ്ടത് ധൈര്യവും ആത്മവിശ്വാസവും സ്നേഹവും ഒക്കെയാണ്. എന്തായാലും ആ പെൺകുട്ടിയെ ഒന്ന് പോയി കാണണം, അവളെ ഒന്ന് സമാധാനിപ്പിക്കണം, ആശ്വസിപ്പിക്കണം. ഈ ഷോക്കിൽ നിന്ന് പെട്ടെന്ന് റിക്കവർ ആകാൻ പറ്റിയെന്ന് വരില്ല. എന്നാൽ പോലും ജീവിതകാലം മുഴുവൻ ഇത് ഓർത്ത് ആ കുട്ടിയുടെ ജീവിതം തന്നെ ഇല്ലാതാകരുതല്ലോ. അതുകൊണ്ട് ആ കുട്ടിയോട് പറയണം, നല്ലപോലെ പഠിച്ച് നല്ലൊരു നിലയിലെത്തണം, നല്ല ജോലി മേടിക്കണം, അന്തസ്സായിട്ട് ഈ ഭൂമിയിൽ ജീവിച്ച് കാണിക്കണം എന്നൊക്കെ എനിക്ക് പറയണമെന്നുണ്ടെന്നൊക്കെ അലീന പറയുക കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ബാലചന്ദ്രൻ അതിനൊട്ടും സമ്മതിക്കുന്നില്ല. ബാലേന്ദ്രൻ പറയുന്നുണ്ട്, മോളെ ഇപ്പം അങ്ങോട്ടേക്ക് പോകുന്നത് ഒട്ടും സേഫ് അല്ല. അവിടെയുള്ള ജനങ്ങൾ എങ്ങനെ പ്രതികരിക്കുമെന്ന് പോലും പറയാൻ കഴിയില്ല. അവർ ഈ കേസിലെ വാദികളും നമ്മൾ പ്രതികളുമാണ് എന്നൊക്കെ ബാലചന്ദ്രൻ പറയുന്നുണ്ട്. ആ സമയത്തും അലീന പറയുന്നത്, അച്ഛാ ഞാൻ ആ പെങ്കൊച്ചിന്റെ കൂടെയാ. എനിക്കറിയാം ഞാനിപ്പോൾ അങ്ങോട്ടേക്ക് പോയാൽ ഉണ്ടായേക്കാവുന്ന പ്രതിസന്ധികളൊക്കെ എനിക്കറിയാം. അവിടെയുള്ള ജനങ്ങൾ എന്നോട് മോശമായിട്ട് പെരുമാറാനും സാധ്യതയുണ്ട്. എന്നാലും എനിക്ക് ആ കുട്ടിയെ ഒന്ന് കാണണം, അവളെ ഒന്ന് ആശ്വസിപ്പിക്കണം, സമാധാനിപ്പിക്കണം. ആ കുട്ടിയെ ഒന്ന് കാണാൻ പോലും പോയില്ലെങ്കിൽ അതിനെന്നെ മനസാക്ഷി സമ്മതിക്കാലെന്നൊക്കെ തന്നെ അലീന പറയുകയാണേ. ഞാൻ ആ പെൺകുട്ടിയെ ഒന്ന് പോയി കാണട്ടെ എന്നെ പറയുകയാണ് കേട്ടോ അലീന. അലീന അവളുടെ തീരുമാനത്തിൽ ഉറച്ചു തന്നെ നിൽക്കുകയാണ്. ബാലേന്ദ്രൻ പറഞ്ഞിട്ടും അലീന അതൊന്നും കേൾക്കാൻ കൂട്ടാക്കുന്നില്ല. കൂട്ടിന് കൃഷ്ണമോളെയോ അല്ലെങ്കിൽ ഗോവർദ്ധനെയോ ആരെങ്കിലും ഒരാളെ കൂട്ടാൻ ബാലേന്ദ്രൻ പറയുന്നുണ്ടെങ്കിലും അലീന അതിന് സമ്മതിക്കുന്നില്ല കേട്ടോ. അലീന പറയുന്നുണ്ട്, വേണ്ട ഞാൻ തന്നെ പോയി വന്നോളാന്ന്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അവരെ അങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് പോകുന്നത് ഒട്ടും സേഫ് അല്ല. ഞാൻ ഈ വീട്ടിലേക്ക് ജോലിക്ക് വന്ന ജോലിക്കാരിയാണ്, അങ്ങനെയാണ് ഞാൻ അങ്ങോട്ടേക്ക് പോകാനും പോകുന്നത്. അലീന ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും ബാലചന്ദ്രന്റെ മനസ്സിൽ നല്ല പേടിയാണ്. മോളെ അത് വേണോ, ഒന്നും കൂടെ ആലോചിച്ചിട്ട് പോരെ എന്നൊക്കെ ഇങ്ങനെ ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ടെങ്കിലും ഇല്ലച്ചാ ഞാൻ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞു, എനിക്ക് ആ കുട്ടിയെ കാണാതിരിക്കാൻ കഴിയില്ല, അതിനെ ഒന്ന് പോയി കണ്ടേ എനിക്ക് പറ്റുള്ളൂ എന്നൊക്കെ തന്നെ പറയുകയാണ് അലീന. കൃഷ്ണമോളും അലീനയോട് ഇപ്പൊ ചേച്ചി പോകണ്ട എന്നിങ്ങനെ പറയുന്നുണ്ടെങ്കിലും അലീന അത് കേൾക്കാൻ കൂട്ടാക്കുന്നില്ല കേട്ടോ. അത്യാവശ്യം വീട്ടിലെ പണികളെല്ലാം ഒതുക്കിയതിന് ശേഷം തന്നെ അലീന അങ്ങോട്ടേക്ക് പോകാനായിട്ട് ഇറങ്ങിയാണ് കേട്ടോ. എന്തു വന്നാലും നേരിടാൻ പാകത്തിന് മനസ്സിനെ ഒന്ന് പാകപ്പെടുത്തിയാണ് അലീന പോകുന്നതും. ഗേറ്റ് കടന്ന് പുറത്തു ചെല്ലുമ്പോൾ തന്നെ ആൾക്കാരുടെ പരിഹാസ നോട്ടവും പുച്ഛവും കളിയാക്കലും ദേഷ്യത്തിലുള്ള സംസാരവും ആൾക്കാരുടെ അടക്കം പറച്ചിലും കുത്തിപ്പറയുന്നതും എല്ലാം കേട്ടുകൊണ്ട് തന്നെയാണ് അലീന ഓട്ടോ സ്റ്റാൻഡിലേക്ക് ചെല്ലുന്നതും. അവിടെ ചെന്നതിന് ശേഷം ഒരു ഓട്ടോ വിളിച്ച് ആ കുട്ടിയുടെ വീട്ടിലേക്ക് തന്നെ പോവുകയാണ് അലീന. താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, അതുകൊണ്ട് തന്നെ അവരെ ആരെയും പേടിക്കേണ്ട കാര്യമില്ല. നല്ല ഉദ്ദേശത്തോടെ മാത്രമാണ് ഞാനിപ്പോൾ ആ കുട്ടിയെ കാണാൻ പോകുന്നതും. അവൾക്കൊരു ധൈര്യം കൊടുക്കാൻ, അവളെ ഒന്ന് സമാധാനിപ്പിക്കാൻ, ആശ്വസിപ്പിക്കാൻ. ഇങ്ങനെ ഒരു ദുരന്തം ജീവിതത്തിൽ സംഭവിച്ചു എന്നോർത്ത് ജീവിതം തന്നെ ഇല്ലാതാക്കി കളയരുത്. തന്നെ ചതിച്ചവരോടും തോപ്പിച്ചവരോടും പൊരുതി നിൽക്കണം. അല്ലാതെ തന്റെ ജീവിതം അവസാനിച്ചു എന്നും പറഞ്ഞ് എപ്പോഴും ഒരു മുറിക്കുള്ളിൽ ഒതുങ്ങിക്കൂടി ഇരിക്കുകയല്ല ചെയ്യേണ്ടത് എന്നൊക്കെ ഉപദേശിക്കാനും കൂടിയിട്ടാണല്ലോ ഞാൻ പോകുന്നത്. അതുകൊണ്ട് കുഴപ്പങ്ങളൊന്നും സംഭവിക്കില്ല എന്നൊക്കെ ഓർത്ത് ബ്രിജിത്താമാമിയെ മനസ്സിലൊന്ന് ധ്യാനിച്ചിട്ടൊക്കെ തന്നെയാണ് അലീന അങ്ങോട്ടേക്ക് പോകുന്നതും. ശരണ്യയുടെ വീട്ടിലേക്ക് പോകാനായിട്ട് അലീനക്കറിയ ഓട്ടോയിലെ ഓട്ടോ ഡ്രൈവർ പോലും അലീനയെ ഒരു പരിഹാസ രൂപേണയാണ് കേട്ടോ നോക്കുന്നത്. അത് അലീനയ്ക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിലും അലീന അതൊന്നും തന്നെ ഗൗരവമായിട്ട് എടുക്കുന്നില്ല. അവസാനം ശരണ്യയുടെ വീടിന്റെ മുറ്റത്തേക്ക് ഒരു ഓട്ടോ വരുന്ന കണ്ടോണ്ട് തന്നെ ചുറ്റിനുമുള്ള അയൽക്കാരും അവിടെ നിൽക്കുന്ന ജനങ്ങളും എല്ലാവരും തന്നെ അങ്ങോട്ടേക്ക് പാഞ്ഞെടുക്കുന്നുണ്ട്. ഓട്ടോ അവിടെ ചെന്ന് നിർത്തുമ്പോഴേക്കും തന്നെ ആ ഓട്ടോ ഡ്രൈവർ അലീനയോട് ചോദിക്കുന്നുണ്ട്, കൊച്ചിത് എന്ത് ഭാവിച്ചാ, കൊച്ചിത് എങ്ങോട്ടേക്ക് വന്നെന്നുള്ളത് കൊച്ചിന് അറിയാവോ? പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടിയുടെ വീടായത്. ഇവിടെ ജനങ്ങളാകെ കരിയിളകിയിരിക്കുക. എന്നിട്ടും കൊച്ചിന് ഇങ്ങോട്ടേക്ക് വരാനുള്ള ധൈര്യം ഞാൻ സമ്മതിച്ചു. അല്ല എന്തിനാ കൊച്ചിപ്പോ ഇങ്ങോട്ടേക്ക് വന്നത്? ടൗണിൽ സ്വർണ്ണക്കടയും ജൗളിക്കടയൊക്കെയുള്ള ബാലചന്ദ്രന്റെ വീട്ടിൽ നിൽക്കുന്ന വേലക്കാരിയല്ലേ കൊച്ച്? കൊച്ചിന്റെ ഫോട്ടോയും പത്രത്തിലുണ്ടായിരുന്നല്ലോ. കൊച്ചിനെതിരെയും അവന്മാർ ഇങ്ങനൊരു പീഡനശ്രമം നടത്തിയായിരുന്നു അല്ലേ? എന്നിട്ടും കൊച്ചു തന്നെ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നെന്ന് എനിക്ക് മനസ്സിലാകാത്തത്. ഇനിയിപ്പോ ജോലിക്ക് നിൽക്കുന്ന വീട്ടിലെ പയ്യനും ഇതിലെ പ്രതി ആയതുകൊണ്ട് ആ പയ്യന് വേണ്ടി സംസാരിക്കാൻ വന്നതാണോ? പണം വാരി എറിഞ്ഞ് ആ കൊച്ചിനെ കൊണ്ട് മൊഴി മാറ്റിപ്പിക്കാൻ വല്ലതും അവിടുത്തെ ഏമാൻ പറഞ്ഞു വിട്ടതാണോ കൊച്ചിനെ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാട്ടോ ഓട്ടോ ഡ്രൈവർ. അപ്പോഴേക്കും അലീന പറയുന്നുണ്ട്, ഏയ് അങ്ങനെയൊന്നും അല്ല, ഞാൻ ശരണ്യെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാണ്.
ആ കുട്ടി ഇപ്പം അനുഭവിക്കുന്ന അതേ സിറ്റുവേഷനിൽ കൂടെ കടന്നുപോയ ആളല്ലേ ഞാൻ. ആ കുട്ടിയുടെ മാനസികാവസ്ഥ എനിക്കിപ്പോൾ നന്നായിട്ട് അറിയാം. അതിനോടൊരു ആശ്വാസവാക്ക് പറയാനും അതിനെ ഒന്ന് സമാധാനിപ്പിക്കാനും വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് അലീന പറയുന്നുണ്ട്. അപ്പോഴേക്കും ആ ഓട്ടോ ഡ്രൈവർ പറയുന്നുണ്ട്, കോച്ചെ, നിന്റെ മനസ്സിൽ അങ്ങനെ നല്ലൊരു ഉദ്ദേശം കാണുമായിരിക്കും. എന്നാലും അത് ജനങ്ങൾ മനസ്സിലാക്കണമെന്നില്ലല്ലോ. ഇവിടെ കൂടിയിരിക്കുന്ന ആൾക്കാരെ കൊച്ചിനോട് എങ്ങനെ പെരുമാറുമെന്ന് പോലും പറയാൻ പറ്റത്തില്ല. ഇപ്പോഴും വൈകിട്ടില്ല. ആൾക്കാർ കൂടുന്നതിന് മുമ്പ് ഞാൻ കൊച്ചിനെ വേണമെങ്കിൽ ടൗണിൽ കൊണ്ട് എത്തിക്കാം എന്നിങ്ങനെ പറയുക ഓട്ടോ ഡ്രൈവർ. ഇല്ല, ഞാൻ ശരണ്യെ കാണാനായിട്ടാണ് വന്നത്. അവളെ കണ്ടിട്ടേ ഞാൻ പോവുള്ളൂ എന്നും പറഞ്ഞിട്ട് തന്നെ ക്യാഷ് എത്രയും ചോദിക്കുക കേട്ടോ. 100 രൂപ എന്നിങ്ങനെ പറയുമ്പോഴേക്കും അലീന 100 രൂപ എടുത്ത് അയാൾക്ക് കൊടുക്കുന്നുണ്ട്. അയാൾ ഓട്ടോ തിരിച്ച് അവിടുന്ന് പോവുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. അലീനയെ കാണുമ്പോഴേക്കും തന്നെ അവിടുത്തെ ജനങ്ങളെല്ലാം വിറഞ്ഞു നിൽക്കുകയാണ്. എല്ലാവരും പെട്ടെന്ന് തന്നെ അലീനയെ ലക്ഷ്യമാക്കി അങ്ങോട്ടേക്ക് വരികയാണ്. അവിടെ നിൽക്കുന്ന സ്ത്രീകൾ അങ്ങോട്ടേക്ക് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, അല്ല, നീ എന്തിനാണ് ഇപ്പൊ ഇങ്ങോട്ടേക്ക് വന്നത്? നീ ആ ബാലേന്ദ്രമേനോന്റെ വീട്ടിലെ വേലക്കാരിയല്ലേ? നീ എന്തിനാണ് ഇങ്ങോട്ടേക്ക് വന്നത്? ഞങ്ങളുടെ കൊച്ചിനെ കണ്ട് അവളെ കൊണ്ട് മൊഴി മാറ്റി പറയിപ്പിക്കാനാണോ ഇപ്പൊ നീ ഇങ്ങോട്ടേക്ക് വന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിച്ച് ദേഷ്യപ്പെടുകയാണ്. അപ്പോഴേക്കും അലീന പറയുന്നുണ്ട്, അല്ല, നിങ്ങൾ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുന്ന, ഞാൻ അതിനു വേണ്ടി വന്നതല്ല. എനിക്ക് ശരണ്യെ ഒന്ന് കാണണം, അവളോട് 2 വാക്ക് സംസാരിക്കണം, അവളോടൊരു ആശ്വാസവാക്കെങ്കിലും പറയണം എന്നോർത്തിട്ട് മാത്രം ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. ഒരിക്കലും തെറ്റിനെ പ്രോത്സാഹിപ്പിക്കുന്ന ആളല്ല ഞാൻ. ആര് തെറ്റ് ചെയ്താലും അവർ ശിക്ഷ അനുഭവിക്കണമെന്ന് മാത്രമേ ഞാൻ വിചാരിച്ചിട്ടുള്ളൂ. തെറ്റ് ആര് ചെയ്താലും അവർക്ക് അതിനുള്ള ശിക്ഷ കിട്ടിയിരിക്കണം. ഞാൻ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ശരണ്യെ സ്വാധീനിക്കാൻ വേണ്ടിയിട്ടൊന്നും ഇങ്ങോട്ടേക്ക് വന്നതല്ല. എനിക്ക് ആ കുട്ടിയെ ഒന്ന് കാണണമെന്ന് തോന്നി, അതുകൊണ്ട് ഞാൻ വന്നതാ. പ്ലീസ് എന്നെ ഒന്ന് കാണാൻ അനുവദിക്കണമെന്നൊക്കെ അലീന ഇങ്ങനെ പറയാട്ടോ. അപ്പോഴേക്കും തന്നെ ശരണ്യയുടെ അച്ഛനും അമ്മയും ആങ്ങളെയൊക്കെ പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട്. എന്താ ഇവിടെ ഒരു ബഹളം എന്നിങ്ങനെ ശരണ്യയുടെ അച്ഛൻ ചോദിക്കാട്ടോ. അപ്പോഴേക്കും തന്നെ അവിടോട്ട് എത്തിയ കാരണവന്മാരെല്ലാവരോടും പറയുന്നുണ്ട്, ഇതാ ടൗണില് ജൗളിക്കടയും സ്വർണ്ണക്കടയൊക്കെ നടത്തുന്ന ബാലചന്ദ്രന്റെ മേനോന്റെ വീട്ടിൽ ജോലിക്ക് നിൽക്കുന്ന പെങ്കൊച്ച. ഇതിന് നമ്മുടെ ശരണ്യെ ഒന്ന് കാണണം എന്നിങ്ങനെ അയാൾ പറയുമ്പോഴേക്കും അവിടെ കൂടിയിട്ടുള്ള സ്ത്രീകൾ പറയുന്നുണ്ട്, എന്തിന്? നമ്മുടെ മോളെ കണ്ടിട്ട് എന്തേലും പറഞ്ഞ അവളുടെ മനസ്സ് മാറ്റി ഈ കേസിൽ നിന്ന് അവന്മാരെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടായിരിക്കും അവൾ ഇങ്ങോട്ടേക്ക് വന്നത്. ഇഷ്ടം പോലെ കാശുള്ള വീട്ടിലെയല്ലേ, അപ്പൊ പിന്നെ അയാൾ കാശ് കൊടുത്ത് പറഞ്ഞു വിട്ടതായിരിക്കും. ശരണ്യമോളെ കണ്ട് സംസാരിച്ച് അവളുടെ മനസ്സ് മാറ്റി ഈ കേസ് ഇങ്ങനെ ഒതുക്കി തീർക്കാനായിരിക്കും ഇപ്പൊ ഇവളെ ഇങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടത്. വേറൊരു കൂട്ടം സ്ത്രീകൾ പറയുന്നുണ്ട്, അതെ അതെ, അങ്ങനെ ആകാനേ വഴിയുള്ളൂ. അല്ലെങ്കിലും കാശുള്ളവർക്ക് എന്തോ ആകാന്നൊരു തോന്നലുണ്ടല്ലോ. നമ്മുടെ കുഞ്ഞിന്റെ ഭാവി ഇല്ലാതായത് അവന്മാരൊന്നും ഒരിക്കലും രക്ഷപ്പെടാൻ പാടില്ല. നമ്മുടെ പിള്ളേരുടെ കയ്യിൽ വല്ലതും അവന്മാരെ കിട്ടിയിരുന്നെങ്കിൽ അവന്മാർ അവിടെ തന്നെ അടിച്ചു കൊന്നേനെന്നൊക്കെ തന്നെ പറയാട്ടോ അവര്. അപ്പോഴേക്കും അലീന പറയുന്നുണ്ട്, പ്ലീസ്, ഞാൻ പറയുന്നൊന്ന് നിങ്ങൾ മനസ്സിലാക്കൂ. ഞാൻ നിങ്ങൾ ഉദ്ദേശിക്കും പോലെ ശരണ്യെ കണ്ട് സ്വാധീനിച്ച് ഈ കേസ് പിൻവലിക്കണം എന്നൊന്നും പറയാൻ വേണ്ടി വന്നതല്ല. എനിക്ക് ആ കുട്ടിയെ ഒന്ന് കാണണം, ആ കുട്ടിയോടൊന്ന് സംസാരിക്കണം. ശരണ്യോട് അവർ കാണിച്ച ക്രൂരത അതൊരിക്കലും പൊറുക്കാൻ പറ്റത്തില്ല, അത് എനിക്കും അറിയാം. അവർക്കതിന് തക്കതായ ശിക്ഷ കിട്ടണമെന്ന് തന്നെയാണ് ഞാനും പറയുന്നത്. പക്ഷേ ഇപ്പം ഞാനിവിടെ എത്തിയത് ശരണ്യെ പോലെ തന്നെ ബാധിക്കപ്പെട്ട ഒരു പെൺകുട്ടിയാണ് ഞാനും. അന്നും ഇവരെന്നോട് ഇതുപോലെ തന്നെ ക്രൂരത ചെയ്തതാണ്. തലേന്നാരേഴയ്ക്കാ ഞാൻ അന്ന് അവരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടത്. പക്ഷെ ആ വീട്ടിലെ ബാലചന്ദ്രൻ സാറോ ബാക്കിയുള്ളവരോ ആരും തന്നെ ഒരു പ്രശ്നക്കാരല്ല. അവരൊക്കെ നല്ല മാന്യതയോടെയാണ് ജീവിക്കുന്നത്. ഇവര് മാത്രമാണ് ഇങ്ങനെ വഴിതെറ്റി പോയത്. ചീത്ത കൂട്ടുകെട്ടി ചെന്ന് പെട്ടുകൊണ്ട് അവരിങ്ങനെയൊക്കെ ചെയ്താന്നൊക്കെ അലീന പറഞ്ഞ് ന്യായീകരിക്കാൻ നോക്കിയാട്ടോ. പക്ഷെ അവർ അലീന പറയുന്ന ഒന്നും തന്നെ കേൾക്കാൻ കൂട്ടാക്കുന്നില്ല. മതി, നീ ഇനി കൂടുതൽ ഇവിടെ നിന്ന് വർത്താനമൊന്നും പറയണ്ട. ഞങ്ങളിപ്പോൾ നീ ഒരു പെങ്കൊച്ചായതുകൊണ്ട് മാത്രം ഞങ്ങൾ നിന്നോട് ഇത്ര നേരം മര്യാദയോടെ സംസാരിച്ചതാ. നിന്റെ സ്ഥാനത്ത് വേറെ ആരെങ്കിലും ആണ് ഇങ്ങോട്ടേക്ക് വന്നിരുന്നെങ്കിലേ അവരിപ്പോൾ വിവരം അറിഞ്ഞേനെ. നീ പെട്ടെന്ന് തന്നെ ഇവിടുന്ന് സ്ഥലം കാലിയാക്കാൻ നോക്ക്, ഇല്ലെങ്കിലേ ഞങ്ങളുടെ കൈയുടെ ചൂട് നീ അറിയും എന്നൊക്കെ പറഞ്ഞ് അവരെല്ലാവരും ഭീഷണിപ്പെടുത്തുന്ന സ്ഥലത്തിൽ സംസാരിക്കുകയാണ് അലീനയോട്. അലീന പറയുന്നുണ്ട്, ഇല്ല, എനിക്ക് ശരണ്യെ കാണാതെ പോകാൻ കഴിയില്ല, എനിക്ക് അവളെ കണ്ടേ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഒറ്റക്കാലിൽ നിൽക്കുക കേട്ടോ. ഉടനെ തന്നെ ശരണ്യയുടെ അമ്മ കരഞ്ഞോണ്ട് അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നിട്ട് പറയുന്നുണ്ട്, എന്തിനാ നീ എൻ്റെ മോളെ കാണുന്നത്? ഇതിലും ഭേദം എൻ്റെ മോളെ അവന്മാരങ്ങ് കൊന്നു കളയുന്നതായിരുന്നു നല്ലത്. ഇങ്ങനെ ജീവച്ഛവമായിട്ട് കിടക്കാനാണോ എൻ്റെ മോക്ക് വിധി? ഇതിനാണോ ദൈവമേ ഞാൻ ഇത്രയും നാളും കഷ്ടപ്പെട്ട് എൻ്റെ മോളെ വളർത്തിക്കൊണ്ട് വന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ ചങ്കരട്ട് അടിച്ച് കരയാണ് കേട്ടോ. അപ്പോഴേക്കും അലീന പറയുന്നുണ്ട്, അമ്മേ പ്ലീസ്, ഞാൻ പറയുന്ന ഒന്ന് നിങ്ങൾ മനസ്സിലാക്കണം. എനിക്കറിയാം അവളുടെ മനസ്സിൽ ഇപ്പം എന്തോരം വിഷമമുണ്ടെന്നുള്ളത്. ഈ സമയത്ത് അവൾക്കൊരു ആശ്വാസവും ധൈര്യവും ഒക്കെയാണ് വേണ്ടത്. ഞാൻ അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത്. അല്ലാതെ ഇവർ പറയും പോലെ കാശ് കൊടുത്ത് സ്വാധീനിക്കാനോ മൊഴി മാറ്റി പറയിപ്പിക്കാനോ ഒന്നുമല്ല ഞാൻ വന്നതെന്നൊക്കെ പറയുകയാണേ. അപ്പോഴേക്കും തന്നെ ശരണ്യയുടെ അച്ഛൻ അങ്ങോട്ടേക്ക് വന്നിട്ട് പറയുന്നുണ്ട്, എന്തിന്? അതിൻ്റെ ആവശ്യമൊന്നുമില്ല. നീ ആ വീട്ടിലെ വേലക്കാരിയാണെങ്കിലും അവർ നിന്നോട് ഇതുപോലെ മോശമായ പെരുമാറിയ സമയത്ത് നീ എന്തുകൊണ്ട് പോലീസിൽ പരാതിപ്പെട്ടില്ല? നീ അന്ന് അവന്മാർക്കെതിരെ നിന്നോട് മോശമായിട്ട് പെരുമാറിയെന്നും പറഞ്ഞാൽ നീ അന്ന് അവന്മാർക്കെതിരെ ഒരു കേസ് കൊടുത്തിരുന്നെങ്കിൽ ഇന്ന് എൻ്റെ മോക്ക് ഇതുപോലൊരു അവസ്ഥ ഉണ്ടാവില്ലായിരുന്നു. ഇതുപോലെ എത്ര പെൺകുട്ടികളുടെ ജീവിതമാണ് ഇവന്മാരില്ലാതാക്കുന്നത്. കാശുള്ള വീട്ടിലെയാണെന്നും പറഞ്ഞ് എന്തോ തോന്നിയാസം അവന്മാർക്കൊക്കെ കാണിക്കാവോ?
അതിനുള്ള ലൈസൻസും കൊടുത്ത് വിട്ടേക്കുമല്ലേ അവരെയൊക്കെ. അവന്മാരെയൊക്കെ. മക്കളെ ജനിപ്പിച്ചാൽ മാത്രം ഒരച്ഛനും അമ്മയും ആവില്ല. അവരെയൊക്കെ നല്ല രീതിക്ക് വളർത്തിയെടുക്കാനും പറ്റണം. അല്ലാതെ ഇതുപോലുള്ള തെമ്മാടികളായിട്ടല്ല വളർത്തേണ്ടത്. മയക്കുമരുന്നും പെണ്ണുപിടിയുമായിട്ട് നടക്കുന്ന ആഭാസന്മാരെയല്ലേ വളർത്തി വിട്ടേക്കുന്നത്. ജനിപ്പിച്ച തന്തയും തള്ളയും പറഞ്ഞാൽ മതി എന്നൊക്കെ പറഞ്ഞ് ഇവരങ്ങനെ ദേഷ്യപ്പെടുകയാണ്. അപ്പോഴും അലീന പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞല്ലോ, അവരെ ന്യായീകരിച്ച് സംസാരിക്കാനൊന്നും അല്ല ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. എനിക്ക് ശരണ്യനെ ഒന്ന് കാണണം, അവളോട് സംസാരിക്കണം, അവളെ ഒന്ന് ആശ്വസിപ്പിക്കണം, അത്രേ ഉള്ളൂ. ഞാൻ അവളെ കണ്ടിട്ടൊന്ന് പൊയ്ക്കോളാം എന്നൊക്കെ പറയുമ്പോഴേക്കും തന്നെ ശരണ്യയുടെ ആങ്ങൾ അങ്ങോട്ടേക്ക് വന്നിട്ട് പറയുന്നുണ്ട്, നീ ആരെ ഇവിടെ കാണുന്നില്ല. കുറെ നേരമായാലോടി നീ കിടന്ന് ചലച്ചോണ്ടിരിക്കുന്നു. നിന്നോട് ഇവിടുന്ന് മര്യാദയ്ക്ക് പോകാൻ പറഞ്ഞിട്ട് നിനക്ക് എന്നാടി പോകാൻ വയ്യേ? നിന്നോട് അവന്മാർ മോശമായിട്ട് പെരുമാറിയിട്ടുണ്ടെങ്കിലേ നീ അവരുടെ നിന്ന് നഷ്ടപരിഹാരമായിട്ട് ഇഷ്ടംപോലെ കാശ് മേടിച്ചിട്ടുണ്ടാകും. അതുകൊണ്ടായിരിക്കും നീ കേസും വഴക്കൊക്കെ ആയിട്ട് മുന്നോട്ട് പോകാഞ്ഞത്. ഇനി അവിടെ ഇങ്ങനെ പിടിച്ചു നിന്നാൽ ഇഷ്ടം പോലെ കാശ് കിട്ടും എന്നുള്ളത് നിനക്കറിയാം അല്ലേടി. അതുകൊണ്ടല്ലേടി നീ പിന്നെ ആ വീട്ടിൽ തന്നെ പിടിച്ചു നിൽക്കുന്നത്. ഇങ്ങോട്ടേക്ക് അല്ല, ഇങ്ങോട്ടേക്ക് വന്ന് ശരണ്യെ കണ്ട് സംസാരിച്ച് അവളുടെ മനസ്സ് മാറ്റി മൊഴി മാറ്റി പറയിപ്പിച്ച് ഈ കേസ് പിൻവലിപ്പിക്കാൻ വേണ്ടിയിട്ട് എത്ര ലക്ഷം രൂപ അവർ നിനക്ക് തന്നു? സത്യം പറയടി, കാശ് മേടിച്ചിട്ടല്ലേടി ഇപ്പം നീ ഇങ്ങോട്ടേക്ക് വന്നേക്കുന്നത്. എന്നിട്ട് ഒന്നും അറിയാത്തവളെ പോലെ നല്ലവളെ ചമഞ്ഞു നിന്നാൽ ഞങ്ങൾക്കൊന്നും മനസ്സിലായില്ലെന്ന് വിചാരിച്ചോ? വേണ്ട, ഞങ്ങളുടെ കൊച്ചിനെ എങ്ങനെ നോക്കണം എന്നുള്ളതൊക്കെ ഞങ്ങൾക്കറിയാം. അതിന് ആരുടെയും സഹായം ഞങ്ങൾക്ക് ആവശ്യമില്ല. നിയമത്തിന്റെ വഴിക്ക് തന്നെ പോട്ടെ. അവർക്ക് കിട്ടാവുന്നതിന്റെ കൂടിയ ശിക്ഷ തന്നെ മേടിച്ചു കൊടുത്തിട്ടേ ഞങ്ങൾ അടങ്ങിയിരിക്കുള്ളൂ. പൈസ കൊടുത്ത് അവന്മാര് ജാമ്യത്തിൽ ഇറങ്ങാനാ നിൽക്കുന്നെങ്കിലേ അവന്മാര് പുറത്തിറങ്ങിയ അവന്മാരുടെ കാര്യം ഞങ്ങൾ തന്നെ നോക്കിക്കൊള്ളാം എന്നൊക്കെ പറഞ്ഞ് ഒരു ഭീഷണിയുടെ സ്വരത്തിൽ തന്നെയാണ് കേട്ടോ നമ്മുടെ ശരണ്യയുടെ ആങ്ങളെ പറയുന്നതും. കുറെ കാശ് ചെലവാക്കി അവന്മാരെയൊക്കെ സേഫായിട്ട് പുറത്തെത്തിച്ചാലുവേ അവന്മാരൊക്കെ ഇനി ജീവിക്കുന്നത് വലിയ കഷ്ടത്തിലായിരിക്കും. അവന്മാരുടെയൊക്കെ ജീവിതം ഇനി ഞങ്ങളുടെ കയ്യിലാണ്. എവിടെ കണ്ടാലും അവന്മാരുടെ കാര്യത്തിൽ ഞങ്ങൾ ഒരു തീരുമാനം ഉണ്ടാക്കിയിരിക്കും. അങ്ങനെയൊന്നും ഞങ്ങൾ ഇതിനെ വെറുതെ വിടത്തില്ല. ഇനി ഒരു പെൺകുട്ടികൾക്കും ഇങ്ങനൊരു അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. അതിന് അവന്മാരെ കൊന്നിട്ടാണെങ്കിൽ കൊന്നിട്ട് അതിന് ഞങ്ങൾ മടിക്കുകയില്ല എന്നിങ്ങനെ പറയുകയാണ് ശരണ്യയുടെ ആങ്ങള. അപ്പം അത് കേൾക്കുമ്പോഴേക്കും അലീനയ്ക്ക് ചെറിയ രീതിക്ക് ഒരു പേടിയൊക്കെ ആവുന്നുണ്ട് കേട്ടോ. എന്ത് പറഞ്ഞിട്ട് ഒരു കാര്യമില്ലല്ലോ, ഇവരല്ലേ ഞാൻ ഇത്രയും സത്യസന്ധമായിട്ട് ഇവരോട് സംസാരിച്ചിട്ട് പോലും ഇവർ ഒരു തരത്തിലും ശരണ്യെ കാണാൻ സമ്മതിക്കുന്നില്ലല്ലോ എന്നൊക്കെ അലീന ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അവസാനമായിട്ട് ഒന്നും കൂടെ ഒന്ന് ശ്രമിച്ചു നോക്കാം എന്നുള്ള രീതിയിൽ തന്നെ അലീന ശരണ്യയുടെ അമ്മയുടെ അടുത്ത് പോയിട്ട് പറയുന്നുണ്ട്, അമ്മയെങ്കിലും എന്നെ ഒന്ന് മനസ്സിലാക്ക്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അന്നൊരു കേസുമായിട്ട് മുന്നോട്ട് പോകാതിരുന്നത് എന്നെ വീട്ടിൽ സ്നേഹിക്കുന്ന കുറേ മനുഷ്യരുണ്ട്. അവർക്കും ഒരു നാണക്കേട് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. അല്ലാതെ ഞാൻ അവരുടെ കയ്യിൽ നിന്ന് കാശ് മേടിച്ച് ഇത് ഒതുക്കി തീർക്കാനൊന്നും നോക്കിയിട്ടില്ല. അന്ന് ഞാൻ അവരെ ശക്തമായിട്ട് എതിർത്തു, അവർക്ക് താക്കീത് കൊടുത്തു, തിരുത്ത് ജീവിക്കാൻ ഒരു അവസരം കൂടി നൽകി. പക്ഷെ അതിപ്പോൾ തെറ്റായിപ്പോയെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഞാനന്നങ്ങനെ ക്ഷമിക്കാൻ പാടില്ലായിരുന്നു. രണ്ടു കൂട്ടരുടെയും വീട്ടിൽ ഇത് വലിയൊരു പ്രശ്നമാക്കി അവരൊക്കെ ചർച്ച ചെയ്തതാണ്. ഈ തിരുത്തി ജീവിക്കാൻ ഒരവസരം കൂടി അവർക്ക് നൽകി നോക്കി. പക്ഷെ അവരെ തിരുത്താൻ ഒട്ടും തന്നെ തയ്യാറായില്ല. പകരം അവർ വീണ്ടും കുഴപ്പങ്ങൾ ഉണ്ടാക്കിയതേ ഉള്ളൂ. അവർക്ക് അതിനുള്ള ശിക്ഷ കിട്ടണമെന്ന് തന്നെ എൻ്റെ മനസ്സിലെ ആഗ്രഹം. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരതിന് ഉറപ്പായും ശിക്ഷ അനുഭവിക്കണം. എൻ്റെ സ്വന്തം അനിയനെ പോലെ ഞാൻ അവനെ കണ്ടിരുന്നത്. എന്നിട്ടും അവൻ ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തല്ലോ എന്ന് ഓർത്തിട്ട് എനിക്ക് അവനോട് തന്നെ ഒരു അറപ്പും വെറുപ്പും ഒക്കെ തോന്നുകയാണ്. അതുകൊണ്ട് ശരണ്യെ ഒന്ന് കാണാൻ അനുവദിക്കണം അമ്മേ. ഞാൻ അവളെ ഒന്ന് കണ്ടോട്ടെ. ഞാൻ അവളെ ഒന്ന് കണ്ടോട്ടെ, അവളോട് കുറച്ചു നേരം സംസാരിച്ചോട്ടെ. അന്ന് എന്താ ശരിക്കും സംഭവിച്ചതെന്നൊക്കെയുള്ളത് അവൾ എന്നോട് പറയുവാണെങ്കിൽ അവളുടെ മനസ്സിലുള്ള വിഷമം അത് ആരോടെങ്കിലും പറയുമ്പം അത് അവൾക്ക് തന്നെ കുറച്ച് ആശ്വാസം കിട്ടുകയുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും ഇതെല്ലാം കേട്ടിട്ട് അവിടെ നിൽക്കുന്ന ജനങ്ങളെല്ലാം ആകെ കാലി ഇളകി നിൽക്കുകയാണ്. നിന്നോട് ഇവിടെ നിന്ന് ഇറങ്ങി പോകാൻ പറഞ്ഞല്ലേടി, പിന്നെ നീ എന്നെ നടി കിടന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നേ? ഞങ്ങളുടെ കൊച്ചിനെ കാണാൻ സമ്മതിക്കുകയില്ല. നീയെന്നല്ല, ഇനി ആര് വന്നെന്ന് പറഞ്ഞാലും ഞങ്ങളുടെ കൊച്ചിനെ കാണാൻ സമ്മതിക്കുകയില്ല. മര്യാദയ്ക്ക് ഇവിടുന്ന് പൊയ്ക്കോ, അല്ലെങ്കിൽ ഞങ്ങൾ എന്താ ചെയ്യുന്നതെന്ന് ഞങ്ങൾക്ക് പോലും പറയാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞ് അവിടെ ഉള്ളവരെല്ലാം ദേഷ്യപ്പെടുകയാണ് കേട്ടോ അലീനയുടെ നേർക്ക്. അപ്പോഴേക്കും അലീന പറയുന്നുണ്ട്, ഇല്ല, ഞാൻ ശരണ്യെ കണ്ടിട്ടേ പോകുള്ളൂ. ശരണ്യെ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. അവളെ കണ്ട് അവളോട് സംസാരിക്കാതെ ഞാൻ എന്തായാലും ഇവിടുന്ന് പോയില്ല എന്നൊക്കെ തന്നെ അലീന ഇങ്ങനെ ഉറച്ചു നിൽക്കുകയാണ്. അപ്പോഴേക്കും ശരണ്യയുടെ ആങ്ങൾക്ക് ദേഷ്യം വരിക കേട്ടോ. ശരണ്യയുടെ ആങ്ങൾ പറയുന്നുണ്ട്, ഓഹോ, അപ്പോൾ നീ രണ്ടും കൽപ്പിച്ചാണല്ലേ ഇങ്ങോട്ടേക്ക് വന്നത്? എങ്കിൽ നീ അവളെ കാണുന്നത് എനിക്കൊന്ന് കാണണം. നിന്നെ ഞാൻ കാണിച്ചു തരാടി എന്നും പറഞ്ഞുകൊണ്ട് തന്നെ ദേഷ്യപ്പെട്ട അകത്തേക്ക് കയറി പോകുന്നുണ്ട്. അവനകത്തേക്ക് കയറിപ്പോയി ഒരു കന്നാസിലെ മണ്ണെണ്ണയും തീപ്പെട്ടിയൊക്കെ ആയിട്ട് വരിക കേട്ടോ. സ്വന്തം പെങ്ങളുടെ അവസ്ഥ കണ്ടിട്ട് സകല നിയന്ത്രണം വിട്ടിരിക്കുകയാണ് അവനും. പ്രതികളുടെ സൈഡിൽ നിന്ന് ആരിങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടെങ്കിലും അവരെ ഒന്നും കാണാൻ സമ്മതിക്കരുതെന്നൊക്കെ പ്രത്യേകം പറഞ്ഞിട്ട് പോയിട്ടുണ്ടല്ലോ മഹിളാ കമ്മിറ്റിയിലെ അംഗങ്ങളെല്ലാം തന്നെ. അതുകൊണ്ട് തന്നെ അലീനയോട് ഒരു മനസാക്ഷി അവർ കാണിക്കുന്നില്ല കേട്ടോ. എന്നിട്ട് അവൻ ദേഷ്യത്തോടെ തന്നെ അലീനയോട് പറയുന്നുണ്ട്, നീ ഇവിടുന്ന് ഇപ്പോൾ പോയില്ലെങ്കിൽ ഈ മണ്ണെണ്ണ ഞാൻ നിന്റെ മേത്തൊഴിക്കും.
എന്നിട്ട് നിന്നെ പച്ചയ്ക്ക് ഇവിടെ ഇട്ട് ഞാൻ കത്തിക്കും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയാണ്. അപ്പോഴും അലീന പറയുന്നുണ്ട്, ഇല്ല, ഞാൻ ശരണ്യെ കാണാൻ വേണ്ടിയിട്ടല്ലേ വന്നത്. ഞാൻ ഒരു പ്രാവശ്യം ശരണ്യെ ഒന്ന് കണ്ടോട്ടെ, കണ്ടിട്ട് ഞാൻ പോയിക്കോളാം. പിന്നെ ഞാൻ ആ കുട്ടിയുടെ അടുത്തേക്ക് ഒരിക്കലും ഞാൻ വരില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു നോക്കുകയാണ് അലീന വീണ്ടും. പക്ഷേ അവർ ആരും തന്നെ സമ്മതിക്കുന്നില്ല. അലീന ഉറച്ച തീരുമാനത്തിൽ തന്നെ അവിടെ നിൽക്കുന്ന കാണുമ്പോഴേക്കും അവർക്ക് ഒന്നും കൂടി കലി ഇളകുകയാണ്. അവനുടനെ അവിടെ നിൽക്കുന്നവരോട് പറയുന്നുണ്ട്, എങ്കിൽ നീ ഒന്ന് തിരിച്ചു പോകുന്ന എനിക്കൊന്ന് കാണണവടി. നിന്നെ അങ്ങനെ വിട്ടിട്ട് കാര്യമില്ലല്ലോ, നിന്നെ ഞാൻ കാണിച്ചു തരാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ അലീനയുടെ ദേഹത്തേക്ക് ആ മണ്ണെണ്ണ ഒഴിക്കാട്ടോ. അലീന അങ്ങ് ആകെ ഷോക്കായി പോവുകയാണ്. എന്തായി കാണിക്കുന്നത്, എന്തായി നിങ്ങൾ ഈ കാണിക്കുന്നത്, എന്നെ വിട്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ശരണ്യെ കാണാൻ വേണ്ടി വന്നതാ. പ്ലീസ്, ഞാൻ പറയുന്നൊന്നും നിങ്ങൾ കേൾക്കോ, എൻ്റെ മേത്ത് മണ്ണെണ്ണ ഒഴിക്കില്ലേ അങ്ങനെയൊക്കെ പറഞ്ഞ് അലീന ഒരുപാട് വാവിട്ട് കരയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും അവരൊന്നും തന്നെ കേൾക്കുന്നില്ല കേട്ടോ. ഈ സമയം കൊണ്ട് തന്നെയാണ് അങ്ങോട്ടേക്ക് ഒരു ഓട്ടോക്കാരൻ വരുന്നതും. അത് വേറെ ആരുമല്ല, നമ്മുടെ ഷാജിയാണ് കേട്ടോ. കാരണം അലീനയെ അറിയാവുന്ന ആളാണ് ഈ ഷാജി. കുറച്ച് ദിവസങ്ങൾക്കൊക്കെ മുമ്പ് അലീന കരുണാലയത്തിലേക്ക് കുറച്ച് അരിയും സാധനങ്ങളൊക്കെ കൊണ്ടെത്തിക്കാനായിട്ട് ഷാജിയുടെ ഓട്ടോയിൽ കയറിയാണല്ലേ പോയത്. അന്ന് അവർ തമ്മിൽ പരിചയപ്പെട്ടപ്പോൾ തന്നെ അലീനയുടെ സ്വഭാവം എന്താണെന്നും അലീന ആരാണെന്നുള്ളതൊക്കെ നമ്മുടെ ഷാജിക്ക് അറിയായിരുന്നു. ആ കോളനിയിൽ തന്നെ താമസിക്കുന്ന ആളാണ് ഷാജിയും. ശരണ്യയുടെ വീടിന്റെ മുറ്റത്ത് ആളും ബഹളവും ഒക്കെ കണ്ടുകൊണ്ട് അങ്ങോട്ടേക്ക് വരികയാണ് കേട്ടോ നമ്മുടെ ഷാജി. എന്താ എന്താ ഇവിടെ സംഭവം, എന്താ ഇവിടെ പ്രശ്നം എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് വരികയാണ് കേട്ടോ ഷാജി. അപ്പോഴാണ് അലീനയുടെ മേത്ത് ഇവർ മണ്ണെണ്ണ ഒഴിക്കുന്നത് കാണുന്നത്. ഷാജിക്ക് പെട്ടെന്ന് തന്നെ അലീനയെ മനസ്സിലാവുന്നുണ്ട്. അലീനയെ കണ്ട പാടെ തന്നെ ഷാജി ആകെ ഷോക്കായി നിൽക്കുകയാണ്. ഇവളെങ്ങനെ ഇപ്പം ഇങ്ങോട്ടേക്ക് വന്നേ എന്ന മട്ടിൽ നിൽക്കുകയാണ് കേട്ടോ. പിന്നെ അലീനയുടെ സ്വഭാവം കാര്യങ്ങളൊക്കെ അറിയാവുന്നതുകൊണ്ട് തന്നെ അലീനയെ രക്ഷിക്കാനായിട്ട് ഷാജി പെട്ടെന്ന് തന്നെ ശരണ്യയുടെ ആങ്ങളുടെ കയ്യിൽ നിന്ന് ആ മണ്ണെണ്ണക്കാനൊക്കെ തട്ടിത്തെറിപ്പിച്ച് കളയുന്നുണ്ട്. നീ എന്താടാ ഈ കാണിക്കുന്നത്, എന്ത് മണ്ടത്തരമാടാ നീ കാണിക്കുന്നത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ദേഷ്യപ്പെടുകയാണ് ശരണ്യയുടെ ആങ്ങളുടെ നേർക്ക് ഷാജി. അപ്പോഴേക്കും ശരണ്യയുടെ ആങ്ങള് പറയുന്നുണ്ട്, ഇവള് എൻ്റെ പെങ്ങളെ കാണാൻ വേണ്ടി വന്നേക്കുന്നു. കുറച്ച് കാശ് കൊടുത്ത് അയാൾ പറഞ്ഞു വിട്ടതായിരിക്കും ഇവളെ എൻ്റെ പെങ്ങളോട് സംസാരിച്ച് അവളുടെ മനസ്സ് മാറ്റി മൊഴി മാറ്റി പറയിപ്പിക്കാൻ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ശരണ്യയുടെ ആങ്ങള. അപ്പോഴേക്കും അയാൾ ഇങ്ങനെ അലീനയെ നിസ്സഹായ അവസ്ഥയോടെ നോക്കുന്നുണ്ട്. എന്തിനാ ഇപ്പം നീ ഇങ്ങോട്ടേക്ക് വന്നത്, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇവിടെ വരാൻ പാടില്ല എന്നുള്ളത് നിനക്ക് അറിയില്ലേ, പിന്നെ എന്തിനാ നീ ഇങ്ങോട്ടേക്ക് വന്നതെന്നൊക്കെ അയാളിങ്ങനെ അലീനയോട് ചോദിക്കുകയാണ്. അപ്പോഴേക്കും എല്ലാവരും ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ. നിനക്ക് ഇവളെ അറിയാവോ എന്നുള്ള രീതിയിലാണ് നോക്കുന്നത്. അവിടെ നിന്നിരുന്ന ഒരു സ്ത്രീ ചോദിക്കുന്നുണ്ട്, അല്ല ഷാജി, നിനക്ക് ഇവളെ അറിയാവോ? ഇവൾ ആ പ്രതികളിൽ ഒരാളുടെ വീട്ടിൽ നിൽക്കുന്ന ജോലിക്കാരിയാ. ഇവള് നമ്മുടെ ശരണ്യെ കണ്ട് സംസാരിക്കാനെന്ന് പറഞ്ഞ് ഇങ്ങോട്ടേക്ക് വന്നതാ. ഞങ്ങൾ ആരും അതിനെ സമ്മതിച്ചില്ല. ഇവള് ശരണ്യെ കണ്ട് സംസാരിച്ചിട്ടേ പോകുള്ളൂ എന്ന് പറഞ്ഞ് പിടിച്ചു പിടിയാൽ ഇവിടെ നിൽക്കുകയായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ അവളെ വെറുതെ വിടാഞ്ഞത് എന്നിങ്ങനെ പറയുമ്പോഴേക്കും, നിങ്ങൾ എന്ത് മണ്ടത്തരങ്ങളൊക്കെ ഈ കാണിക്കുന്നത്, ഇവളെ ഇപ്പം ഇങ്ങനെ ഉപദ്രവിച്ചു വിട്ടിട്ട് വല്ല കാര്യമുണ്ടോ? അവൾ നേരെ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പരാതിപ്പെടുകയല്ലേ ഉള്ളൂ എന്നിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ ഷാജി. അപ്പോഴേക്കും ശരണ്യയുടെ അങ്ങള് പറയുന്നുണ്ട്, പരാതിപ്പെടുവാണെങ്കിൽ പോയി പരാതിപ്പെടട്ടെ, ഇവളെ ഒന്നും വെച്ചേക്കാൻ പാടില്ല. അന്ന് ആ പ്രതികളെ ഇവള് രക്ഷിക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? അന്ന് പോലീസ് പരാതി കൊടുക്കാതെ ഇവന്മാരെ രക്ഷിച്ചുകൊണ്ടല്ലേ ഇന്ന് എൻ്റെ പെങ്ങൾക്ക് ഇതുപോലൊരവസ്ഥ ഉണ്ടായത്. എന്നിട്ട് ഇവളിപ്പോൾ എന്ത് ധൈര്യത്തിൽ ഇങ്ങോട്ടേക്ക് വന്നത്? നിനക്ക് അത്രയ്ക്ക് ധൈര്യം ഉണ്ടോടി? ഞാനിവിടെ പച്ചക്കിട്ട് കത്തിക്കും, എന്നാലും എൻ്റെ ദേഷ്യം തീരത്തില്ല എന്നൊക്കെ പറഞ്ഞ് കലി ഇളകി നിൽക്കുകയാണ് കേട്ടോ നമ്മുടെ ശരണ്യയുടെ ആങ്ങൾക്ക്. അപ്പോഴേക്കും നമ്മുടെ ഷാജി പറയുന്നുണ്ട്, എടാ നീ ഒന്ന് അടങ്ങ്, ഞാൻ പറയുന്ന കേൾക്ക്, ഇങ്ങനെയുള്ള മണ്ടത്തരങ്ങളൊന്നും കാണിക്കില്ലേ. അവന്മാർ ഇതുപോലുള്ള തെമ്മാടിത്തരം കാണിച്ചതിന് ഈ പാവം കൊച്ചു എന്നാ ചെയ്തെന്നാ? എനിക്കിവളെ നേരത്തെ അറിയാം, ഇവള് കുഴപ്പക്കാരിയൊന്നും അല്ല. ആ വീട്ടിൽ ജോലിക്ക് നിൽക്കുന്ന ജോലിക്കാരിയാ ഇവള്. എന്തായാലും ഇവൾ അങ്ങനൊരു ഉദ്ദേശത്തോടൊന്നും ആയിരിക്കുകയല്ല ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടാവുക. എന്തായാലും ഞാൻ അവളോടൊന്ന് സംസാരിക്കട്ടെ, നിങ്ങളൊന്ന് അടങ്ങ് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ ഷാജി എല്ലാവരോടുമായിട്ട്. അപ്പോഴേക്കും അവിടെ കൂടിയിട്ടുള്ള കാരണവന്മാരൊക്കെ പറയുന്നുണ്ട്, എടാ ഷാജി, നീ ഇതിൽ കൂടുതൽ ഇടപെടുവൊന്നും വേണ്ട. ശരണ്യെ കാണാനെന്ന് പറഞ്ഞ പ്രതിസ്ഥാനത്തുള്ള ആര് വന്നാലും അവരൊന്നും വെറുതെ വിടാൻ പാടില്ല, അപ്പം തന്നെ പോലീസ് സ്റ്റേഷനിൽ അറിയിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടല്ലേ പോയത്. എന്തായാലും ഞങ്ങൾ പോലീസിൽ അറിയിക്കാൻ പോവാ, പോലീസുകാർ ബാക്കി നോക്കിക്കോളും എന്നൊക്കെ ഇങ്ങനെ പറയുക കേട്ടോ. അപ്പോഴേക്കും ശരണ്യ പറയുന്നുണ്ട്, പ്ലീസ് ഞാൻ പറയുന്നൊന്ന് കേൾക്കൂ, ഞാൻ ശരണ്യെ ഒന്ന് കാണണമെന്ന് മാത്രമേ ആഗ്രഹിച്ചുള്ളൂ. അവളെ ഒന്ന് സമാധാനിപ്പിക്കാനും ആശ്വസിപ്പിക്കാനും വേണ്ടി മാത്രം ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്, അല്ലാതെ എന്നോട് ആരും പറഞ്ഞു വിട്ടിട്ട് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നതല്ല. ശരണ്യെ സ്വാധീനിച്ച് മൊഴിമാറ്റി പറയിപ്പിക്കാനോ ഒന്നിനുമല്ല ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. അവളെപ്പോലെ തന്നെ ബാധിക്കപ്പെട്ട ഒരു പെൺകുട്ടിയാണ് ഞാനും. എനിക്കറിയാം ഇങ്ങനത്തെ സാഹചര്യത്തിൽ അവൾക്ക് എന്തുമാത്രം വിഷമമുണ്ടെന്നുള്ളത്. അവളുടെ മനസ്സിനൊന്ന് പാകപ്പെടുത്താനും അവൾക്കൊരു ധൈര്യം കൊടുക്കാനും വേണ്ടിയിട്ട് മാത്രം ഞാൻ ഇങ്ങോട്ടേക്ക് വന്നേ. പ്ലീസ് എന്നെ ഒന്ന് മനസ്സിലാക്കുമെന്നൊക്കെ തന്നെ പറയാൻ കേട്ടോ അലീന. അപ്പോഴേക്കും ഷാജി പറയുന്നുണ്ട്, കേട്ടല്ലോ, അവൾ പറഞ്ഞത് സത്യമായിരിക്കും. എന്തായാലും ഇപ്പോൾ പോലീസിനൊന്നും അറിയിക്കാൻ നിൽക്കണ്ട. ഷാജിയേട്ടൻ അറിയാമല്ലോ എന്നെ, ഞാൻ അത്രക്കാരിയല്ലെന്ന് ഇവരോടൊന്ന് പറഞ്ഞ് മനസ്സിലാക്കൂ ഷാജിയേട്ടാ. ഞാൻ അവളെ സ്വാധീനിക്കാൻ വേണ്ടിയിട്ടൊന്നും അല്ല ഇങ്ങോട്ടേക്ക് വന്നത്. എനിക്ക് അവളെ ഒന്ന് ആശ്വസിപ്പിക്കണം തോന്നി, സമാധാനിപ്പിക്കണമെന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നതെന്നൊക്കെ തന്നെ അലീന പറയുന്നുണ്ട്. അപ്പോഴേക്കും ഷാജി പറയുന്നുണ്ട്, നീ ഒരിക്കലും ഇങ്ങോട്ടേക്ക് വരാൻ പാടില്ലായിരുന്നു.
ഒന്നുമില്ലെങ്കിലും നീ അവരുടെ വീട്ടിൽ ജോലി ചെയ്യുന്നതല്ലേ. അപ്പോൾ നീ ഇങ്ങോട്ടേക്ക് വന്നാൽ ഇവിടെയുള്ളവർ തെറ്റിദ്ധരിക്കുക തന്നെ ചെയ്യും. അത് ഇവിടെയുള്ളവരുടെയും കുഴപ്പമല്ല. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നീ ഇങ്ങോട്ടേക്ക് വരാതിരിക്കുന്ന തന്നെയായിരുന്നു നല്ലത്. കാരണം എല്ലാവരും കലിയിളകിയിരിക്കുക. പ്രത്യേകിച്ച് ഇതൊരു കോളനിയാണ്. അതും കൂടെ നീ ഓർക്കണം. ഇവിടുത്തെ ജനങ്ങളൊക്കെ കൈവച്ച പോലെ ഇരിക്കും എന്നൊക്കെ തന്നെ പറയുക കേട്ടോ. എന്തായാലും ഷാജി കറക്റ്റ് സമയത്ത് അവിടെ വന്നതുകൊണ്ട് തന്നെ അലീനയ്ക്ക് വേറെ കുഴപ്പങ്ങളൊന്നും സംഭവിക്കുന്നില്ല. അലീനയെ അവരുടെ കയ്യിൽ നിന്നൊക്കെ രക്ഷപ്പെടുത്തി കൊണ്ടുപോവുകയാണ് കേട്ടോ ഷാജിയുടെ വീട്ടിലേക്ക്. മണ്ണെണ്ണയിൽ കുളിച്ച് നിൽക്കുകയാണല്ലോ അലീന. ഇതേ രീതിക്ക് തിരിച്ച് വീട്ടിലേക്ക് ചെല്ലാനും പറ്റത്തില്ല. അപ്പോഴേക്കും അലീനയെ കൂട്ടിക്കൊണ്ട് ഷാജി നേരെ വീട്ടിലേക്ക് ചെല്ലുന്നുണ്ട്. ഷാജിയുടെ വീട്ടിലെ ഷാജിയുടെ പെങ്ങളും അമ്മയും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അലീനയ്ക്ക് വേറെ പേടിയൊന്നും തോന്നിയില്ല. അലീനയും കൂട്ടിക്കൊണ്ട് അങ്ങോട്ടേക്ക് ചെന്ന പാട് തന്നെ ഷാജിയുടെ അമ്മയും പെങ്ങളും ഒക്കെ ചോദിക്കുന്നുണ്ട്, എന്താ ഏട്ടാ ഇത് ആരാന്നൊക്കെ. അന്നേരം ഇതെനിക്ക് അറിയാവുന്ന ഒരു കുട്ടിയാണെന്നൊക്കെ പറഞ്ഞ് തന്നെ ഒരു കാര്യം ചെയ്യും, നീ ഇവൾക്ക് മാറാനായിട്ട് നിൻ്റെ ഒരു ഡ്രസ്സ് കൊടുക്കുക എന്നിങ്ങനെ പറയുക കേട്ടോ ഷാജിയുടെ പെങ്ങളുടെ അടുത്ത്. അവൾ മടിയൊന്നും കൂടാതെ തന്നെ അലീനയ്ക്ക് ഒരു ജോഡി ഡ്രസ്സ് എടുത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് കുളിച്ച് ഡ്രസ്സൊക്കെ ഒന്ന് മാറിയിട്ട് വരാൻ പറയുകയാണ്. ഫുള്ള് മണ്ണെണ്ണയുടെ മണമാണല്ലോ. എന്നിട്ട് കുളിക്കാനായിട്ട് തന്നെ ബാത്റൂം കാണിച്ചു കൊടുക്കുന്നുണ്ട് ഷാജിയുടെ പെങ്ങൾ. എന്തായാലും അവൾ കയറി കുളിച്ചിട്ട് ഇറങ്ങുമ്പോഴേക്കും തന്നെ ഷാജി അവിടെ നടന്ന കാര്യങ്ങളെല്ലാം തന്നെ അവരോട് പറയുകയും ചെയ്യുന്നുണ്ട്. ഈ കുട്ടിക്ക് ഇത്രയ്ക്ക് ബോധമില്ലേ? ഇങ്ങനെ ഒരു സാഹചര്യത്തിലാണോ ഇതുപോലൊരു സ്ഥലത്ത് സംസാരിക്കാനായിട്ട് ആ കുട്ടി വന്നത്? അതും പ്രതി താമസിക്കുന്ന വീട്ടിലെ ജോലിക്കാരിയായ പെങ്കൊച്ച്. അവരെ പറഞ്ഞിട്ടും കാര്യമില്ല, ആരായാലും പ്രതികരിച്ചു പോകും. അങ്ങനെ ഒരു സംഭവമല്ലേ നടന്നത്. അതും മയക്കുമരുന്ന് കൊടുത്ത ഒരു പെങ്കൊച്ചിനെ ഇത്രയും ക്രൂരമായിട്ട് പീഡിപ്പിച്ച ആൾക്കാരെ പിന്നെ വെറുതെ വിടണമെന്നാണോ പറയുന്നത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഷാജിയുടെ അമ്മ വയലൻ്റ് ആവുന്നുണ്ട്. അപ്പോൾ ഷാജി ആണെങ്കിലും പറയുന്നുണ്ട്, അലീന അല്ലല്ലോ അവിടെ തെറ്റ് ചെയ്തത്. ശരിക്കും പറഞ്ഞാൽ അലീന അല്ലല്ലോ ഇതിനൊക്കെ കാരണം. അവന്മാർ പെണ്ണുപിടിയും കഞ്ചാവുമായിട്ട് നടക്കുന്നതിന് ഇവളെന്ത് പിഴച്ചു? ഇവള് ശരണ്യമായിട്ട് സംസാരിക്കാനായിട്ട് ഇങ്ങോട്ടേക്ക് വന്നതാണെങ്കിലും വന്ന സമയം തെറ്റായി പോയെന്ന് ഞാൻ പറയുള്ളൂ എന്നൊക്കെ തന്നെ പറയുകയാണ്. എന്തായാലും അവർ ആ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും അലീന കുളിയൊക്കെ കഴിഞ്ഞ് ഡ്രസ്സും മാറിയതിന് ശേഷം അങ്ങോട്ടേക്ക് വരികയാണ്. ആ സമയത്ത് ഷാജിയുടെ അമ്മ അലീനയ്ക്ക് കുടിക്കാനായിട്ട് ഒരു ഗ്ലാസ് ചായ കൊടുക്കുന്നുണ്ട്. മോൾ എന്ത് ബുദ്ധിമോശമായി കാണിച്ചത്? ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മോൾ ഇങ്ങനെ തന്നെ ഇങ്ങോട്ടേക്ക് വരേണ്ട കാര്യമുണ്ടായിരുന്നോ? തലനാരിഴക്കില് മോൾ അവരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടത്. കോളേജിലെ പിള്ളേരാ, അതുകൊണ്ട് അവർ എടുത്തോ പിടിച്ചെന്നും പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ അബദ്ധങ്ങൾ കാണിച്ചു കൂട്ടും. അതുകൊണ്ട് മോൾ ഒരിക്കലും ഇങ്ങനെയുള്ള സാഹസത്തിനൊന്നും ഇറങ്ങി തിരിക്കരുത്. മോളുടെ കാര്യങ്ങളൊക്കെ ഷാജി പറഞ്ഞു. മോൾ എന്തുകൊണ്ടാണ് അന്ന് തന്നെ അവർക്കെതിരെ ഒരു പരാതി കൊടുക്കാതിരുന്നത്? അങ്ങനെ പരാതി കൊടുത്തിരുന്നെങ്കിൽ ഇപ്പം ഈ കുട്ടിക്ക് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവില്ലായിരുന്നല്ലോ എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ ഷാജിയുടെ അമ്മ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും അലീന അവിടെ പറയുന്നുണ്ട്, ഞാൻ സ്വന്തം അലീനെ പോലെയാണ് കണ്ടത്, തിരുത്തി ജീവിക്കാൻ ഒരു അവസരം കൊടുത്തതാണ്, പക്ഷേ അതിപ്പോൾ തെറ്റായി പോയെന്ന് എനിക്ക് തോന്നുകയാണ്. എന്തായാലും ഞാൻ നല്ല ഉദ്ദേശത്തോടെ തന്നെ ഇങ്ങോട്ടേക്ക് വന്നത്. എന്നെ ആരും ഇങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടതല്ല, ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടത്തിന് വന്നതാണ്. ശരണ്യെ ഒന്ന് കാണണം, അവളോടൊന്ന് സംസാരിക്കണം, അവളെ ഒന്ന് ആശ്വസിപ്പിക്കണം എന്ന് മാത്രമേ ഞാൻ വിചാരിച്ചുള്ളൂ. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നതിനൊക്കെ തന്നെ അലീന പറയുകയാണ്. എന്തായാലും കുറച്ച് സമയം അവിടെ നടന്ന കാര്യങ്ങളെല്ലാം തന്നെ അലീന ഇവരോട് എല്ലാം വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇവർക്ക് മനസ്സിലാവുന്നുണ്ട്, പക്ഷേ ഇവർക്ക് അലീനയുമായിട്ട് സംസാരിച്ചപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ കുറച്ച് സമയം അവരോട് കാര്യങ്ങളെല്ലാം സംസാരിച്ചതിന് ശേഷം തന്നെ അലീന തിരികെ വീട്ടിലേക്ക് പോകാനായിട്ട് ഇറങ്ങുകയാണ് കേട്ടോ. ആ സമയത്ത് ഷാജി പറയുന്നുണ്ട്, ഇനിയിപ്പോൾ ഞാൻ തന്നെ നിന്നെ വീട്ടിലേക്ക് കൊണ്ടാക്കാം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. എന്തായാലും ഇതുപോലൊക്കെ സംഭവിച്ചാലേ ഞാൻ തന്നെ വീട്ടിലേക്ക് കൊണ്ടാക്കാം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങുന്ന സമയത്തും അലീന അവരോട് നന്ദിയൊക്കെ പറയുന്നുണ്ട് കേട്ടോ. കാരണം ആരും കൂടെ കാണില്ല എന്നൊക്കെ ഓർത്താണ്. എന്നാലും ഇതുപോലൊരു സാഹചര്യത്തിൽ നിങ്ങൾ എന്നോട് കരുണ കാണിച്ചല്ലോ, നിങ്ങൾ എന്നെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വന്നല്ലോ, എനിക്ക് മാറാൻ ഡ്രസ്സ് തന്നു, എനിക്ക് ചായ തന്നു, അതിനൊക്കെ നന്ദി പറഞ്ഞിട്ട് തന്നെയാണ് കേട്ടോ അലീന അവിടെ നിന്ന് ഇറങ്ങുന്നതും. എന്തായാലും ഷാജി തന്നെ അലീനയെ തിരികെ വീട്ടിൽ കൊണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. അലീന അങ്ങോട്ടേക്ക് കയറി ചെല്ലുന്ന കാണുമ്പോഴേക്കും കൃഷ്ണമോക്കും അതുപോലെ ബാലേന്ദ്രനൊക്കെ അങ്ങ് ഷോക്കാവുകയാണ്. കാരണം അലീന അങ്ങോട്ടേക്ക് പോയത് മുതൽ ഇവരിവിടെ എന്തായിരിക്കും അവിടെ സംഭവിച്ചിട്ടുണ്ടാവുക എന്നൊക്കെ ഓർത്ത് ഇവർ തീ തിന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അലീന അങ്ങോട്ടേക്ക് കയറി ചെല്ലുമ്പോഴേക്കും തന്നെ ഇവർ ചോദിക്കുന്നുണ്ട്, ചേച്ചി പോയ ഡ്രസ്സിലല്ലല്ലോ ഇങ്ങോട്ടേക്ക് വന്നത്, എന്താ പറ്റിയേ? ഇത് ആരുടെ ഡ്രസ്സ് ചേച്ചി ഇട്ടിരിക്കുന്നതെന്നൊക്കെ തന്നെ കൃഷ്ണമോൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ ബാലചന്ദ്രൻ എന്തോ അവിടെ സംഭവിച്ചു എന്നുള്ളതൊക്കെ മനസ്സിലാവുകയാണ്. അപ്പോൾ അലീന അവിടെ സംഭവിച്ച കാര്യങ്ങളെല്ലാം തന്നെ ബാലചന്ദ്രനോടും കൃഷ്ണമോളോടും ഒക്കെ പറയുകയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കേട്ടോണ്ട് നിൽക്കുന്ന ബബിത മനസ്സിൽ ഓർക്കുന്നുണ്ട്, ഇവളെ അങ്ങ് കത്തിച്ച് കളഞ്ഞാൽ മതിയായിരുന്നു, ഇവളുടെ കഥ അവിടെ തന്നെ തീർന്നേനല്ലോ എന്നൊക്കെ ഇങ്ങനെ ഓർത്ത് മനസ്സിൽ വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ബാലചന്ദ്രനും കൃഷ്ണമോക്കും ഭയങ്കര വിഷമമാണ് കേട്ടോ. ചേച്ചിയോട് ആന്ന് പറഞ്ഞല്ലേ തന്നെ പോകണ്ടാന്ന് അച്ഛൻ എത്ര തവണ പറഞ്ഞതാ, അങ്ങോട്ടേക്ക് ഇപ്പോൾ പോകുന്നത് സേഫ് അല്ലാന്ന്, എത്ര തവണ അങ്ങോട്ടേക്ക് ഇപ്പോൾ പോകുന്നത് സേഫ് അല്ലാന്ന് ഞാൻ നിന്നോട് പ്രത്യേകം പറഞ്ഞല്ലേ മോളെ, എന്നിട്ടും നീ ഞാൻ പറയുന്നത് കേൾക്കാതെ ധിക്കരിച്ച് അങ്ങോട്ടേക്ക് പോയി. ഇപ്പം കണ്ടില്ലേ, അരുതാത്ത എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ എന്താകുമായിരുന്നു?
ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അവിടെയുള്ള ജനങ്ങളെല്ലാം കലി ഇളകിയിരിക്കുക. കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് പോകുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഉടനെ ചാടിക്കയറി അങ്ങോട്ടേക്ക് പോകേണ്ടിയിരുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ അലീനെ വന്ന് വഴക്ക് പറയുകയാണ് കേട്ടോ ബാലചന്ദ്രൻ. അതുപോലെ തന്നെ കൃഷ്ണമോളും പറയുന്നുണ്ട്, ചേച്ചി തലനാരിഴയ്ക്ക് അവരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടത്. ചേച്ചി ആരെ പിന്നെ അവരുടെ കയ്യിൽ നിന്ന് രക്ഷിച്ചെന്നൊക്കെ ചോദിക്കുകയാണ് കൃഷ്ണമോള്. എനിക്ക് പരിചയമുള്ള ഒരു ഓട്ടോക്കാരൻ അവിടെ ഉണ്ടായിരുന്നു. കറക്റ്റ് സമയത്ത് അയാൾ വന്നുകൊണ്ട് എന്നെ രക്ഷിച്ചത്. അയാൾ എന്നെ വീട്ടിൽ കൊണ്ടുപോയി. അവിടെ അയാളുടെ പെങ്ങളും അമ്മയും ഉണ്ടായിരുന്നു. അവരാണ് എനിക്ക് മാറാനുള്ള ഡ്രസ്സൊക്കെ തന്ന് എന്നെ സഹായിച്ചെന്നൊക്കെ തന്നെ അലീനെ പറയുന്നുണ്ട്. എന്തായാലും ഇനി ഇതുപോലുള്ള സാഹസ്യങ്ങളൊന്നും കാണിക്കാൻ നിൽക്കരുതെന്നൊക്കെ അലീനയ്ക്കൊരു വാണിംഗ് തന്നെ കൊടുക്കുകയാണ് കേട്ടോ നമ്മുടെ ബാലചന്ദ്രൻ. അങ്ങനെ ശരണ്യെ കാണാൻ പോയിട്ട് തനിക്ക് ഇതുപോലൊരു ദുരനുഭവം ഒക്കെ ആണല്ലോ ഉണ്ടായെന്നൊക്കെ ഓർത്ത് വിഷമിച്ചിരിക്കുകയാണ് കേട്ടോ അലീന. എന്നാലും ഞാൻ ശരണ്യെ കാണാൻ പോകും, ആ കുട്ടിയെ എനിക്ക് കാണണം എന്നുള്ളൊരു വാശിയിൽ തന്നെയാണ് കേട്ടോ അലീന. അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. താങ്ക്